പാലക്കാട് ജനിച്ചിട്ട് ഈ സ്ഥലം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. കുതിരാൻ തുരങ്കപാത വന്നപ്പോൾ പലരും മറന്നുപോയൊരു സ്ഥലം കൂടിയാണിത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ പണ്ട് ഇതിലൂടെ ബസ്സിൽ പോണ സമയത്ത് നല്ല തിരക്കായിരിക്കും, നല്ല ട്രാഫിക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. ഈ അയ്യപ്പ ഭക്തന്മാരുടെയും അതുപോലെ ഈ പറഞ്ഞ കെട്ടുന്നറിയും കാര്യങ്ങളൊക്കെ ഫേമസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാട്ടിന് നടുവിൽ അതിമനോഹരമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. പഴക്കം ഒരുപാടുണ്ട്. അവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അട്രാക്റ്റീവാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇത് അറിഞ്ഞു വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ടെമ്പിൾ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊരു ഉള്ളിലോട്ടാണ്. ഇവിടുന്ന് തിരിച്ച് മെയിൻ റോഡിന് കണക്ട് ചെയ്യാൻ വേറെ വഴികളൊന്നുമില്ല. കുതിരാൻ തുരങ്കം വഴി മാത്രമാണ് ഇപ്പോൾ പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂരിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഈ നാട്ടുകാരുടെ ഒരു സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. കാരണം അവരുടെ കടകളും അവരുമായിട്ട് കെട്ടിപ്പടുത്ത കുറേ സ്വപ്നങ്ങളാണ് കുതിരാൻ തുരങ്കം വന്നപ്പോൾ നഷ്ടപ്പെട്ടത്. ഒരു കണക്കിന് നോക്കുമ്പോൾ ബെറ്ററാണ്, ട്രാഫിക് ഇല്ലാതെ ആളുകൾക്ക് പോകാനുള്ളൊരു ഓപ്ഷനായി. അതിനിടയിൽ കാണാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ശരിയാവുമായിരിക്കും. ഒന്ന് നശിച്ചാലാണ് മറ്റൊന്നിനത് വളമാവുമല്ലോ. അപ്പോൾ ആട്ടെ, ശരിയപ്പോൾ.